കൊളംബോയിൽ ഭൂചലനത്തിൽ മരണം 111. കെട്ടിടങ്ങൾ തകർന്ന വ്യാപക നാശം, മരണസംഖ്യ ഉയർന്നേക്കും. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ തീവ്ര ശ്രമം തുടരുകയാണ്. റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് 7.4 തീവ്രതയാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം കെട്ടിടങ്ങളൊക്കെയും നിലം പതിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അഖില കൃഷ്ണൻ ചേരുകയാണ്. അഖില, വലിയൊരു നാശനഷ്ടമാണ് കൊളംബോയിൽ ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് ഈ ഒരു ഭൂചലനം ആദ്യം ഉണ്ടായത്? എന്താണ് മറ്റു വിശദാംശങ്ങൾ? ഐശ്വര്യ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ വളരെ ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കൊളംബിയ കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള വലിയ ശ്രമം ഇപ്പോൾ തുടരുന്നുണ്ട്. ഒരു പതിറ്റാണ്ടിനിടെ കൊളംബിയയിലുണ്ടായ ഏറ്റവും വലിയ ഭൂചലനമാണ് എന്ന് ആണ് ഇതിനെ കണക്കാക്കുന്നത്. കഴിഞ്ഞ ഈ ജൂണിലാണ് ഈ അയൽരാജ്യമായ വെനിസ്വേലയിൽ ഇരട്ട ഭൂകമ്പം ഉണ്ടായത്. അത് വലിയ ഭീതിജനകമായ ആ ഓർമ്മകൾ മാറും മുമ്പെയാണ് വീണ്ടും ഒരു ദുരന്തം എത്തുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. ഒപ്പം തന്നെ മധ്യ പടിഞ്ഞാറൻ കൊളംബിയയിലെ ചെറിയ ഭൂചലനങ്ങൾ സാധാരണയാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ റിക്ടർ സ്കെയിലിൽ 6 മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്നത് അപൂർവമായ ഒരു സാഹചര്യമാണ് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഭൂചലനം ഉണ്ടായത് ബൊഗാട്ടിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ചോക്കോ എന്നുള്ള ഒരു മേഖലയിലെ സാന്റോസ് ഡെൽ പാൽമറിലാണ്. ഈ പ്രഭവ കേന്ദ്രം എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഏജൻസികൾ നൽകുന്ന വിവരം. 107 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്നാണ് US ജിയോളജിക്കൽ സർവേയും അതോടൊപ്പം തന്നെ കൊളംബിയൻ ഏജൻസികളും അറിയിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളായ ഇക്വഡോറിലും പനാമയിലും ഒക്കെ ഇതിൻ്റെ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നാശനഷ്ടങ്ങൾ കുറവാണ്. അതേസമയം കൊളംബിയയിലുണ്ടായ നാശനഷ്ടം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അവർ കണക്കാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഇപ്പം തന്നെ 111 പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പലരും ഈ പല കെട്ടിടങ്ങളുടെയും അടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വലിയ കെട്ടിടങ്ങൾ നിലംപതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ മേഖലയിലും 40ഓ 50ഓ പേർ മരിച്ചതായിട്ടാണ് ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ചെറിയ കുഞ്ഞുങ്ങളടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദന നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ നമ്മൾ മരിച്ചവരുടെ കണക്ക് 111 എന്നുള്ളത് ഇപ്പോൾ പറയുകയാണെങ്കിലും രാജ്യത്തുടനീളം നിരവധി പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ഇതോടൊപ്പം തന്നെ ഇതിനടിയിൽ, അതായത് ഓരോ കെട്ടിടങ്ങളുടെ അടിയിൽ, നമ്മുടെ ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ തന്നെ കാണാം ഓരോ കെട്ടിടങ്ങൾ ഇങ്ങനെ തകർന്നു വീഴുന്നു. അതിനടിയിൽപ്പെട്ട് എത്ര ആളുകൾ ഉണ്ടെന്നുള്ള ഒരു കണക്കെടുക്കാൻ പോലും നിലവിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. ഇതോടൊപ്പം പെരേര, ക്യുബ്ദോ, കാലി, മനിലാസസ് തുടങ്ങിയ നഗരങ്ങളിലാണ് ഈ ഭൂചലനം കൂടുതലായി ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ തുടർ ചലനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ ഈ നിരീക്ഷണ ഏജൻസികൾ നൽകുന്നത് കൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അടക്കം നടക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ പോലും ഒരുപക്ഷെ തുടർ ചലനം ഉണ്ടായാൽ അത് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ വിപത്തായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിലാണ്, വളരെ ജാഗ്രതയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെ രാജ്യത്തെ 20-ലധികം നഗരസഭകളെ ഈ ഭൂചലനം ബാധിച്ചതായിട്ടാണ് കൊളംബിയൻ ആഭ്യന്തരമന്ത്രി അല്പം മുമ്പ് വ്യക്തമാക്കിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്നുള്ള ഒരു മേഖലയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചോക്കോ എന്നുള്ള സ്ഥലത്താണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം. അത് ഈ പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്നുള്ള മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കൊളംബിയയിലെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇത്. വനമേഖലയായ ഇവിടേക്ക് ബോട്ടിലോ വിമാനത്തിലോ മാത്രമേ എത്തിച്ചേരാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ വെല്ലുവിളിയാവുകയാണ്. ഇതോടൊപ്പം തന്നെ വിമാന സർവീസുകൾ അടക്കം മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ജാഗ്രതയോടെ നോക്കിക്കാണുകയാണ് എന്താണ് ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതെ, അഖില സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ് എത്രത്തോളം വലിയ നാശനഷ്ടമാണ് കൊളംബോയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ 111 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഖില കൃഷ്ണൻ.